പാർക്കിൽ ജോബ് ചെയ്യുന്നതാണ് എന്റെ ശീലം. ഇവിടെ പുതിയ പുതിയ ആളുകളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. ഹായ് നന്ദിനി. ഹായ് നൈസ് സർ, ഹൗ ആർ യു? ഗുഡ്, എൻജോയ് ദ വെദർ. താങ്ക്സ്, ബൈ. ഈ കുട്ടിയുടെ ശരിയായ പേര് ആൻഡിയാൾ പെരിയാം സംതിങ് സംതിങ്. കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം പേരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നന്ദിനി. കോളേജിൽ ഇവൻ നന്ദിനിയുടെ സീനിയർ. ഇപ്പോൾ ആഗ്രോ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് മാനേജർ. നന്ദിനി ഇവനുമായി പ്രണയത്തിലാണ്. ഗുഡ് മോർണിംഗ് സാർ. സൈലന്റ് ആയി കാണുന്ന ഇവൻ ഇതിനു മുമ്പ് വയലന്റ് ആയിരുന്നു, വെരി വയലന്റ്. ഇവന്റെ പേര് മഹേഷ്. ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഇവന്റെ ക്യാരക്ടർ ആർക്കും മനസ്സിലാവില്ല. എന്താണെന്നോ, ചെറുപ്പം മുതൽ ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ട് ഇവൻ വഴിതിരിഞ്ഞുപോയി. ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്കഡ്. ഒരു കാലത്ത്, ഇപ്പോ ബന്ധശത്രു. കാരണം ഹായ് ഡാഡ്, ഹൗ ആർ യു? ഹായ് ഭക്തി, ഫൈൻ, ഹൗ ആർ യു? ഗുഡ്, സീ യു. പേരിനും പേഴ്സണാലിറ്റിക്കും യാതൊരു ബന്ധവുമില്ല. ഈ കുട്ടിയുടെ ആനന്ദം മുഴുവനും മഹേഷിനെ പ്രോസസ് ചെയ്യുന്നതിലാണ്. ജെസിക്ക, ഹായ് ഡാഡ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഈ കുട്ടി സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇന്ത്യയിൽ വന്നു. നമ്മുടെ ചന്ദനയില്ലേ, അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ചന്ദന. No, no, you are a lying machine. Hey, actually, ചന്ദന. ഫ്ലൈങ് മെഷീൻ. Hi. ഹായ്. ഹലോ സർ. Good morning, sir. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹായ് ശ്രീ. ഇന്നലെ കണ്ടില്ലല്ലോ. ഇവനോട് ചോദിക്കും. ഇന്നലെ മുഴുവൻ വെയിറ്റ് ചെയ്യിച്ചു. സാർ ആക്ച്വലി ഡാഡിക്ക് ഹൈ ഫീവർ ആയിരുന്നു. ആന്റിക്കാണെന്ന് എന്നെ പറഞ്ഞു. സാർ ആക്ച്വലി രണ്ടുപേർക്ക് ഹൈ ഫീവർ ആയിരുന്നു. ശരി ശരി, ഈ കഥയൊക്കെ വേറെ ആളോട് പറയൂ. എൻജോയ്. Hi, sir. Lawyer. ദാറ്റ് ഈസ് ശ്രീ ആൻഡ് ചന്ദന. ആ കുട്ടിക്ക് കള്ളത്തരം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇവനാണെങ്കിൽ കള്ളത്തരമേ പറയൂ. എന്നാലും ബെസ്റ്റ് ഫ്രണ്ട് ദാക്ഷായണി, ശ്രീയുടെ നൈബർ. എങ്ങനെയെങ്കിലും ശ്രീയെ ലൈനിൽ വീഴ്ത്തണം. അവസരം കിട്ടിയാൽ ഒഴിച്ചോടാനും തയ്യാർ. അവനെ കല്യാണം കഴിക്കുക എന്നതാണ് അവളുടെ ഏക ലക്ഷ്യം. എല്ലാവരെയും പോലെ ഇവർക്കും ഇവരുടെ ജീവിതത്തിൽ അത് സാധിക്കണം, ഇത് വേണം, ഇതുപോലെ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്നാൽ അത് ലൈഫേ അല്ല. എതിരിടുന്ന പ്രശ്നങ്ങളെ പുഞ്ചിരിയോടെ, കോൺഫിഡൻസോടെ നേരിട്ടാൽ ജീവിതത്തിൽ നമ്മൾക്ക് വിചാരിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. എങ്ങനെയാണ്? ജസ്റ്റ് വാച്ച്. Come on, let's sing and dance a party. We made it, we got through. Come on, let's get this fountain rolling. It's time to make a move. Come on, let's catch the fleeting moments. Celebrate the rhythm of life. നന്ദു, ഫേസ്ബുക്കിൽ വെച്ചെന്താ? ഫേസ്ബുക്ക് പോലും അറിയില്ലേ? ഓ, forget it. ഏയ് മഹേഷ്, ഓക്കെ അല്ലേ? എക്സലന്റ്. ഹൗസ് മൈൻ? സൂപ്പർടാ. എടാ, സ്കഡിനെയും കൂടെ വിളിക്കായിരുന്നു. അവൻ അനുഷ്കയുടെ ഫാനല്ലേടാ. വിളിച്ചോടാ. നിങ്ങൾ സ്കഡിനെയും വിളിച്ച് അനുഷ്കയുടെ കൂടെ ഭക്ഷണം കഴിച്ച് നല്ലോണം എൻജോയ് ചെയ്തോ? ഞാൻ പോകുന്നു. ഏയ് മഹി, please. അനുഷ്ക നിന്റെ ഫ്രണ്ട് അല്ലേടാ? നീ പോയാൽ എങ്ങനെയാ? ആണോ? കറക്റ്റ് അല്ലേ? എന്നാ ഞാൻ പറയുന്ന കേട്ട് മിണ്ടാതെ എന്റെ കൂടെ വാ. ഹായ്. ഇവനെന്താ ഇവിടെ? സീറ്റി, ശരിക്കും ഇത് അനുഷ്കയുടെ വീടല്ലേ? സീറ്റി.
ഹായ് ഗൈസ്. ഹലോ. ഇത് ശ്രീ, ഇത് ചന്ദന. ഹായ്. അത് കിഷോർ. ഹായ്. ഹലോ. ഹായ്. മഹേഷിനെ അറിയാലോ. സ്കർ, ദിസ് ഇസ് ടു മച്ച്. മഹേഷ് വഴിയല്ലേ നിന്നെ ഞാൻ പരിചയപ്പെട്ടത്? നീ വിശ്വസിക്കില്ല മഹേഷ്, ഫേസ്ബുക്ക് വഴി 1000 റിക്വസ്റ്റിംഗിൽ ഇവ അയച്ചിട്ടുണ്ടാവും. That's so funny. അതല്ല, ഇവര് തമ്മിൽ സംസാരിച്ചിട്ട് 5 years ആയി. എന്ത്? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, മഹേഷ് ഒരു പെണ്ണിനെ പ്രേമിച്ച് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ വിഷയം സ്കട്ടിനോട് പറഞ്ഞു. സ്കട്ട് ആ പെൺകുട്ടിയെ തനിക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തു. ലവ് ലെറ്റർ വാങ്ങി അവന്റെ ഇൻഷർട്ട് ഇട്ട് അവന്റെ സൈക്കിളിൽ തന്നെ പോയി പ്രപ്പോസ് ചെയ്തു. സ്കട്ട് എന്തിനാ അങ്ങനെ ചെയ്തേ? ആരെങ്കിലും എന്നെങ്കിലും എങ്ങനെയൊക്കെയോ ലവില് വീഴും. ഇവൻ ആ ദിവസം ഫർസാനെ കുറിച്ച് വർണ്ണിച്ച തിയറിക്ക് ഞാനത് വീണു. തിരിച്ചോ ആരും അത്ര നല്ലവരൊന്നുമല്ല. ഇവളുണ്ടല്ലോ ഈ ചന്ദന, അറിയാമോ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാ. അവൾ അവക്ക് തന്നെ ഗ്രീറ്റിംഗ്സ് അയക്കും, ഗിഫ്റ്റും പോസ്റ്റ് ചെയ്യും. എനിക്കൊരു സീക്രട്ട് അഡ്മിറർ ഉണ്ടെന്ന് അവൾ 24 മണിക്കൂറും പറഞ്ഞോണ്ടിരിക്കും. ഇല്ല ചേച്ചി, ഈ ക്യൂബ് നോക്കി, ഈ പസിൽ സോൾവ് ചെയ്ത ആളുടെ പേരറിയാം. അവൾ എഴുതിയത് അവള് തന്നെ മറന്നുപോയതായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറ. ശരിക്കും പേര് ആണ്ടിയാൾ പെരിയം. തൂക്കം ഒരു 30 കിലോയിൽ കൂടുതൽ വരില്ല. ഇവിടെ 3 വർഷമായിട്ട് ട്രൈ ചെയ്ത് വരിക. ഇതുകൊണ്ടല്ലോ വല്ല ആട്ടുമൂട്ടത്തിലും ഉണ്ടാവേണ്ടതാ. ഇപ്പൊ മനുഷ്യരുടെ കൂടെ കറങ്ങ. എന്താ മംഗള, ഡസൻ കണക്കിന് ഗ്ലാസുകൾ പൊട്ടിക്കുന്നുണ്ടല്ലോ. അറിയില്ല മാഡം, ഇയാൾ വരുമ്പോ മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ഓഹോ, അപ്പൊ ഇവന്റെ കാര്യം അറിയില്ലല്ലോ അനുഷ്ക. ഈ ദരിദ്രവാസി ചെയ്ത വൃത്തിയായിട്ട പണി എന്താണെന്നറിയോ? തിന്നണം, ശരിക്കും തിന്നണം, എന്ത് കിട്ടിയാലും കഴിക്കണം, വിസർജിക്കണം. വെറൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ സ്മെല്ലും വരില്ല, സൗണ്ടും വരില്ല. അങ്ങനെ അങ്ങ് ദഹിച്ചു നോക്കോളും. ഞാൻ മാത്രമേ വിസർജിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഓർമ്മ വരുന്നത്. കളങ്കമോ വിദ്വേഷമോ ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടേത്. അതുകൊണ്ടാ മനസ്സിലൊന്നും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എത്ര വഴക്കുണ്ടാക്കിയാലും നിങ്ങൾ ഒരുമിച്ച് നടക്കും. നിങ്ങളുടെ കോളേജ് ലൈഫ് 3 days അല്ലേ ഉള്ളൂ. ഡോണ്ട് വേസ്റ്റ് ഈവൻ എ സിംഗിൾ സെക്കൻഡ്. എൻജോയ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇതുകൊണ്ടാ പറഞ്ഞു ഇവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുതെന്ന്. എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എല്ലാരും എന്നെ കുറ്റം പറയൂ. ജനുവരി എഡിഷനോ ഫെബ്രുവരി എഡിഷനോ ശരിക്കും ഓർമ്മയില്ല. എന്നാൽ പേജ് നമ്പർ 105-ൽ സർ മക്കളെ നെപ്പോളിയൻ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എക്സാമിന് മുമ്പ് കറക്റ്റായി ഒരു 43 ml പെഗ് കഴിച്ചാൽ പഠിച്ചതെല്ലാം കൃത്യമായി ഓർമ്മ വരും. അയ്യടാ മോനെ, എല്ലാവർക്കും വേണ്ടിയാടാ പറയുന്നേ. സ്മോളും അല്ല ലാർജും അല്ല. മാസ്റ്റർ പ്ലാൻ കൊള്ളാലോടാ. ഒരു ഡ്രോപ്പ് കൂടുതലാ. ഇപ്പൊ ഓക്കെ. വാങ്ങിക്കേ. എടാ അങ്ങോട്ട് നോക്കിയേ, അവിടെ തുണി പൊക്കി നിൽക്കുന്നവൾ ജെസിക്കെ പോലെ ഇല്ലടാ. മിണ്ടടാ അവനോട്. നോക്ക്, അവൻ എന്ത് തെറ്റാ ചെയ്തേ? 6 year ആയില്ല നീ അവനോട് മിണ്ടിയിട്ട്. കഷ്ടം. കുറഞ്ഞത് അവന് വഴക്കെങ്കിലും പറഞ്ഞൂടേടാ. എടാ മഹേഷ്, എന്നെയും ചന്ദനെയും നോക്ക്, ഞങ്ങൾ എത്ര വഴക്കിട്ടാലും നിനക്കറിയോ 2 ദിവസം അതിനുള്ള ഫ്രണ്ട്സ് ആവും. ഫ്രണ്ട്സ് ആവുമ്പോ ഇങ്ങനെയൊക്കെ വേണോടാ. നിങ്ങൾ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് അതാ. അതെ അതെ, അന്നുണ്ടല്ലോ ആ ബാംഗ്ലൂർ ട്രിപ്പില് എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു രണ്ടുപേർക്കും. അന്ന് രാത്രിയിലുണ്ടല്ലോ, ഈ സംഭവത്തിൽ നീ തെറ്റിയതിട്ടുണ്ടെങ്കിൽ ഞാനും ചെയ്തിട്ടുണ്ട് എന്നിവൻ ഈ കാര്യം ആരോടും പറയുന്നു. അവളെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു. മഹേഷും മറക്കും, അവളും മറക്കും. പക്ഷെ രാത്രി മൊത്തം എന്തോ നടന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നത്. എന്താ ഇനിയും വരാത്തത്? ശ്രീ വരാതിരിക്കുമോ? ഞാൻ സുന്ദരിയല്ലേ? വരും 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 വന്നു. അമ്മ അമ്മ അമ്മ,
ആ വരും 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 ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആയിക്കോട്ടെ